വിഷ്ണു എങ്ങാനും വിളിച്ചായിരുന്നോ? ഇവിടെ നാട്ടുകാരൊക്കെ പറയുന്നു അച്ഛൻ പോയാണൊക്കെ അവനും വീട് വിട്ട് പോയെന്ന്. ആരും പറഞ്ഞേ? അവ ഇന്നലെ എന്നെ വിളിച്ചായിരുന്നല്ലേ. പുതുതായിട്ട് ജോലിക്ക് കയറി. അവിടെ ആണെങ്കിലേ റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാ എപ്പോഴും വിളിക്കാൻ പറ്റാത്ത. നീ ചോദിച്ചപ്പോഴേ ഞാൻ വേറെന്തോ ആലോചിച്ചോണ്ടിരുന്ന, അതാ പെട്ടെന്ന് പറയാൻ പറ്റാഞ്ഞേ. എന്തുവായി ഇപ്രാവശ്യങ്ങൾ എന്തെങ്കിലും നടക്കുവോ? എടാ അത് ശരിയാവും ഇത് ശരിയാവും എന്നും പറഞ്ഞോണ്ട് എല്ലാവരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയതാ. ഇനിയിപ്പോ ആരെങ്കിലും മേടിക്കാനൊന്നുമില്ല. ഇതുകൂടെ നടന്നില്ലെങ്കിൽ ആ കുഴപ്പമാവും. അല്ല എന്തോ ആയി, എല്ലാം ശരിയാവോ? ആ എല്ലാം ശരിയാവും. ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കും. അതാ ഞാൻ ഇപ്പൊ സംസാരിച്ചോണ്ടിരുന്നത്. ചേട്ടാ അതെല്ലാം പോയില്ലേ, ഇനി എന്തോ മാർഗം? നീ അടുത്ത് വിഷമിക്കാതെ, അത് പോയെങ്കിൽ പോട്ടെ. വേറൊന്നും അത് ഞാൻ വിജയിപ്പിച്ചെടുക്കും. ബിസിനസിന് ആവശ്യമായിട്ട് പൈസ കൊടുത്തില്ലേ, അതൊന്ന് തിരക്കിയിട്ട് വരാം. കൊച്ചുങ്ങളുടെ കാര്യമൊക്കെ ഒന്ന് നോക്കിക്കോണം. പെട്ടെന്ന് വരണേ, ഞാനും പിള്ളേരും ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളേ. നിക്കക്കള്ളി ഇല്ലാതായപ്പോ ഇറങ്ങിപ്പോയതാ അവന്റെ അച്ഛൻ. അന്ന് തൊട്ട് കഷ്ടപ്പെടാൻ തുടങ്ങിയതാ എന്റെ കുഞ്ഞ്. അവനും അതുപോലെ ഇറങ്ങിപ്പോയതായിരിക്കല്ലേ.